കേരളത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും സമരമുഖത്താണ്. സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജ്ഭവനിന് മുന്നിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് തടയുകയാണ്. രാവിലെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് DYFIയും അതോടൊപ്പം തന്നെ AYFും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് തടയുകയും ചെയ്തു. ഒരു തരത്തിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, RSS വൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളികളുമായാണ് കേരളത്തിലെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ തെരുവോരങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവുകളിലേക്ക് പ്രതിഷേധമായി ഇറങ്ങുമെന്ന് നേരത്തെ DYFI പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുന്നു, ജലപീരങ്കി പ്രയോഗിച്ചു. വർദ്ധിത വീര്യത്തോടുകൂടി SFIയുടെ പോരാളികൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം തീർക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ RSS വൽക്കരിക്കാനുള്ള ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെയും താൽക്കാലിക VCമാരുടെയും നീക്കങ്ങൾക്കെതിരെ വലിയ തിരിച്ചടിയാണിപ്പോൾ യുവജനത, വിദ്യാർത്ഥി വിഭാഗം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാനസ ഒരിക്കൽ കൂടി ചേരുകയാണ്. മാനസ, നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ യുവജന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നില്ല. ബാരിക്കേഡ് മറികടക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം. SFI, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ SFI നടത്തുന്ന വിവിധ സമരമാർഗങ്ങൾ രാജ്ഭവന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മാനസ, എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു സമരമുഖമാണ് രാജ്ഭവന് മുന്നിൽ SFI തീർത്തിരിക്കുന്നത്. മാനസ, പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തവണ പോലീസ് തങ്ങളെ തടയാൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ വകവയ്ക്കില്ല. പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നിലവിൽ ഈ പ്രതിഷേധത്തിന് പങ്കെടുത്ത നേതാക്കൾ എല്ലാവരും തന്നെ ആ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത ശ്രമം തന്നെയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിച്ച പ്രവർത്തകരുടെ വീര്യം കുറയ്ക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഇതിൽ കൂടി അതിൽ നിന്നൊന്നും പിന്നോട്ടില്ല എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധ സമരം തന്നെയാണ് രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ നിലപാടിനെ ചുറ്റാൻ പിടിച്ചു നിൽക്കുന്ന VCമാർക്കെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് DYFIയുടെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിലും ഇതേ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. അത് വീണ്ടും വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ചത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തും. ഒപ്പം തന്നെ ഗവർണറുടെ ഇത്തരത്തിലുള്ള RSS വൽക്കരിക്കുന്ന നിലപാട് അത് മാറ്റും വരെ ഇതേ നിലപാട് തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സംഘി VCമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നിലപാടിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും അതോടൊപ്പം തന്നെ സർവകലാശാലയും ഈ RSS വൽക്കരിക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദും ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ മാർച്ചിൽ M ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ മാർച്ചിൽ പ്രവർത്തകരെയൊക്കെയും തന്നെ 30 പ്രവർത്തകരെയാണ് സംസ്ഥാനത്ത് വിവിധ സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തിയതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്, ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രതിഷേധവും ഈ മാർച്ചിൽ രേഖപ്പെടുത്തുന്നുണ്ട്.